ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു നടപടിയാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വരുമ്പോ അത് ഷെയർ ചെയ്തതിന്റെ പേരിൽ, ഫേസ്ബുക്കിൽ വന്ന ഒരു ഫോട്ടോ ഷെയർ ചെയ്തതിന്റെ പേരിൽ ശ്രീ എൻ സുബ്രഹ്മണ്യൻ, രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എൻ സുബ്രഹ്മണ്യനെ അതിരാവിലെ അത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന് കൊടും കുറ്റവാളിയോടെന്ന പോലെ പെരുമാറി അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മം പോലും നിർവഹിക്കുവാൻ സുപ്രീം കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് ഏതൊരാളെയും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മം ചെയ്യുന്നതിന് സൗകര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അത് ചെയ്യാതെ, പ്രാതൽ കഴിക്കാൻ അനുവാദം കൊടുക്കാതെ, അദ്ദേഹത്തിന്റെ മരുന്ന്, അദ്ദേഹം BP-ക്കൊക്കെ മരുന്ന് കഴിക്കുന്ന ആളാണ്, മരുന്ന് കുടിക്കാൻ പോലും അനുവാദം കൊടുക്കാതെ കൊടും കുറ്റവാളിയോട്, തീവ്രവാദിയോടെന്ന പോലെ അറസ്റ്റ് ചെയ്ത നടപടി ആർക്ക് വേണ്ടിയാണ് പോലീസ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ട്. ഇത് ഒരു എൻ സുബ്രഹ്മണ്യനിൽ ഒതുക്കാൻ കഴിയില്ല. ലക്ഷോപലക്ഷം ആളുകൾ ഇന്നും നാളെയുമായി ഈ ഫോട്ടോയും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും ശബരിമലയെ സ്വർണ്ണക്കള്ളയെ കുറിച്ചുള്ള എല്ലാ വാർത്തകളും ഇന്നു മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ട് പ്രതിഷേധിക്കുക ചെയ്യും. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലക്ഷോപലക്ഷം കോൺഗ്രസുകാരെ അറസ്റ്റ് ചെയ്യാനുള്ള തന്റെ ഇടം കാണിക്കണം. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതേ ഫോട്ടോ നവംബർ മാസത്തിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്കിൽ ഇട്ടപ്പോ എന്തേ പിണറായി വിജയന്റെ പോലീസ് അനക്കമില്ലാതായി പോയി? എന്തേ പിണറായി വിജയൻ മിണ്ടാതിരുന്നു? അപ്പോ ഇത് BJP-യും CPM തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കൂടിയാണ് എന്നെനിക്കറിയാം. ഇവിടെ പോലീസ് ഏമാമാരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഇത് തുള്ളുമ്പോ, പ്രിയപ്പെട്ട പിണറായി വിജയൻ തുള്ളുമ്പോ, തുള്ളാനിരുന്നാൽ 3 മാസമേ നിങ്ങൾക്ക് തുള്ളാൻ കഴിയൂ എന്ന് നിങ്ങൾ ആലോചിക്കണം. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് ഇവിടെ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ഏത് പോലീസ് ഏമാനുണ്ടെങ്കിലും അവനെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഈ പോലീസ് വളപ്പിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ UDF-ന് അറിയാം, കോൺഗ്രസിന് അറിയാം എന്ന് ഈ പോലീസ് ഏമാന്മാർ ചിന്തിക്കണം. ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. വെള്ളരിക്ക പട്ടണമല്ല കോഴിക്കോട്, കേരളം വെള്ളരിക്ക പട്ടണമല്ല. ഇങ്ങനെ എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്താൽ പേടിച്ചു പോകുന്നവരല്ല. സൂര്യരശ്മിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്ത് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ പേടിയില്ലാത്ത ഞങ്ങൾക്ക് കാക്കിയിട്ട ചില ഊരാളികൾ നടത്തുന്ന പോരാട്ടങ്ങൾക്കൊന്നും ഞങ്ങൾ തലകുടുക്കുകയില്ല. പിണറായി വിജയ, നീ ഓർത്തോ, നീയും നിന്റെ മരുമകനും കൂടി നടത്തി ഈ കോയളം കൊള്ളയടിക്കാമെങ്കിൽ ശബരിമല ഞങ്ങൾ പൂർണ്ണമായും കൊള്ളയടിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കുക ചെയ്യും. ഈ രീതിയിലുള്ള എല്ലാ പ്രതിഷേധവും, എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. ഞങ്ങളെ തകർക്കാമെന്നോ ഞങ്ങളുടെ ഉദ്യമത്തിൽ നിന്നും പ്രചരണ തന്ത്രങ്ങളിൽ നിന്നും മാറ്റി നിർത്താമെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട. എൻ സുബ്രഹ്മണ്യന്റെ രോമത്ത് തൊടുവാൻ കേരളത്തിലെ പോലീസിന് സാധിക്കുകയില്ല. നീതി നിയമത്തിൽ ഞങ്ങൾ വിശ്വസിച്ചുണ്ട്. തീർച്ചയായും ആസൂത്രിതമായ നീക്കമാണ് ഇത്. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ വലിയ രീതിയിലുള്ള ആസൂത്രിതമാണ് ഇത്. CPM പ്രചരണം വഴിതിരിച്ചുവിടാനുള്ള, തെരഞ്ഞെടുപ്പിലെ പരാജയം വഴിതിരിച്ചിടാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. പാരഡി കാലത്തിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യാമെന്ന് അവർ 1000 വട്ടം ആലോചിച്ചു. ഒരു നിയമവ്യവസ്ഥയും അതിന് കഴിയില്ലാത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ അവർക്കേറ്റ ക്ഷീണം മാറ്റുവാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ഈ തീരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ശബരിമല അവരെ തിരിഞ്ഞു കൊത്തുക തന്നെ ചെയ്യുകയാണ്. ശബരിമലയിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുവാൻ സൗകര്യം ചെയ്ത മുഖ്യനും കൂട്ടർക്കും ഇന്ന് നിക്കക്കള്ളിയാതില്ലാതിരിക്കുന്നു. അതിന്റെ പേരിൽ നടത്തുന്ന പ്രവർത്തനമാണ് ഇപ്പൊ നടക്കുന്നത്. ഇതിലൊന്നും കോൺഗ്രസ് പ്രസ്ഥാനവും UDF-ഉം കുലുങ്ങുകയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്ത് കലാപമാണ് അവരുണ്ടത് ഇവിടെ? എന്ത് കലാപമാണുള്ളത്? പിണറായി വിജയൻ സംസാരിച്ചത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചതല്ലേ? നിങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും വന്നതല്ലേ? ഏത് മാധ്യമത്തിലാണ് വരാത്തത്? ഇന്നലെ ഏതെല്ലാം മാധ്യമങ്ങൾ പുറത്തു വന്നു? അപ്പൊ അത് എങ്ങനെയെങ്കിലും അവർക്കൊക്കെ നടപടി എടുക്കട്ടെ.
എന്തിനാണ് സുബ്രഹ്മണ്യനെതിരെ മാത്രം നടപടിയെടുക്കുന്നത്? ഞങ്ങളൊക്കെ ഇന്ന് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇത് പ്രചരിപ്പിക്കുകയാണ്. കേസെടുക്കട്ടെ. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും, ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ കോൺഗ്രസ്സുകാരും ഈ ഹാൻഡിലുകളിലൊക്കെ ഈ പ്രചരണം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. പിണറായി വിജയന് ഉറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. 3 മാസക്കാലം അദ്ദേഹത്തിന് ഉറക്കമില്ലാ രാവുകൾ സമ്മാനിക്കുവാൻ കോൺഗ്രസും UDF തയ്യാറാവുകയാണ്.